ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇടാൻ ഞാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. രാവിലെ മുതൽക്കേയുള്ള വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. എന്തായാലും എഡിറ്റിങ്ങും സൗണ്ട് കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ വീഡിയോൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി. ഇനി അഥവാ കൈ കിട്ടുകയാണെങ്കിൽ ഞാനത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഉച്ച കഴിഞ്ഞ് നമുക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു. നെസറിയും മോനും പിന്നെ നമ്മളെ കുടും സ്വത്തുമ്മയൊക്കെയാണ് കേട്ടോ. ഓല് ടീച്ചർ എന്തൊക്കെ കാര്യങ്ങളായിട്ട് പുറത്ത് പോയതെന്ന് തിരിച്ച് വന്നപ്പോൾ അവിടെ കയറി. മോനും ഇപ്പോൾ ദുബായിൽ നിന്ന് വന്നതാണ്. വന്നിട്ട് 2 ദിവസം എന്തോ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഓല അങ്ങനെ പെട്ടെന്ന് കയറി വന്നതാണ്. പുറത്ത് എന്താ ആവശ്യത്തിന് പോയപ്പോൾ അങ്ങനെ കയറിയതാണ്. ഇനി പിന്നെ വരാമെന്നും പറഞ്ഞ് അങ്ങനെ പോയിട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് നിർബന്ധിച്ചു. ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് മാത്രം ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ. അല്ലെ ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ മാങ്ങ ജ്യൂസൊക്കെ അടിച്ചു കൊടുത്തു. ആര് വന്നാലും ഇപ്പോൾ മാങ്ങ ജ്യൂസ് ആണല്ലോ. ഞാനും ഇതേയും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഓല് പോയി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ഫുഡ് കഴിച്ചത്. മോനും വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. മോനും ഫുഡൊക്കെ കഴിച്ച് ഓല് ഇറങ്ങിയതിൻ്റെ പിന്നാലെ തന്നെ ഓനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ചെമ്മീൻ റോസ്റ്റ്. നിഷായിന് നല്ല ഇഷ്ടമായി. പക്ഷേ അതിന് പൊതുവേ ചെമ്മീനൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ വാങ്ങലില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇഷ്ടമായി. ഇനി ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ടെന്നും പറഞ്ഞിട്ടോ ആള്. ഇനി ഇതുണ്ടാക്കണ ഏകദേശം ഫുഡിലൊക്കെ നല്ല രീതിക്ക് ഗ്രേവി ഉണ്ടാവും കേട്ടോ. പിന്നെ പപ്പടവും പരിപ്പ് കറിയായിരുന്നു രാവിലെ മുതൽക്കുള്ള വീഡിയോ. അതായത് ഇത് കുക്ക് ചെയ്യുന്ന ടൈമിലുള്ള വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. എഡിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അത് മിസ്സായി പോയത്. എന്തോ ഭാഗ്യത്തിന് ചെമ്മീൻ റെസിപ്പി വീഡിയോ എടുത്ത് പോയിട്ടില്ല കേട്ടോ. പിന്നെ രാത്രി ചെമ്മീൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നത്തൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കി എടുക്കുകയാണ്. ഉച്ചക്കത്തെ പരിപ്പ് കറി ഉണ്ടായിരുന്നു. പിന്നെ നത്തൽ മീനും കൂടി പൊരിക്കുമ്പോൾ ഉഷാറല്ലേ. മോനൂന് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് അവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ ഈ ഒരു ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. അനുമോന് മീനാണെങ്കിൽ ഫുഡ് കഴിക്കുന്നത് കുറവാണ് കേട്ടോ. ചെമ്മീനാണെങ്കിൽ കഴിക്കണതാണ്. ഇപ്രാവശ്യം അതും വേണ്ടാന്ന് പറഞ്ഞു. രാത്രി പിന്നെ നത്തൽ മീൻ ആയതുകൊണ്ട് തീരെ വേണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആപ്പിളും പഴമൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് രണ്ടും വെച്ചിട്ട് നമ്മളെ ക്രീമും കൂടി ഇട്ടിട്ട് നല്ലൊരു ജ്യൂസ് അടിച്ചു. ക്രീം ഒഴിച്ചുകൊണ്ടാന്ന് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ അടിച്ച് തറവാട്ടിൽ നിന്ന് ഉമ്മയും മേമയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുടിച്ചു. പിന്നെ രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുക കേട്ടോ. ഞാനും മോനും അനുമോനും നിധിയും മാത്രമേ ഉള്ളൂ. നിഷാദ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. വെറുതെ പുറത്തൊന്ന് പോയി ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആദ്യം മുടങ്ങാതെ ഉണ്ടായിരുന്ന ഒരു ശീലമാണ് രാത്രി പുറത്തിറങ്ങുക ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നല്ല രീതിക്ക് കുറഞ്ഞ പോലൊരു ഫീൽ ഉണ്ട് കേട്ടോ. പഞ്ചസാരൊക്കെ ഇത് കുടിച്ചാൽ രസമല്ലോ. ഇത് എണ്ണക്കടിയൊന്നും പറയാതെ വെറൊരു നാരങ്ങ സോഡയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അത് ഇഷ്ടമായതല്ലോ. അവൾ ഉദ്ദേശിച്ച സാധനമല്ല വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.